ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ല അടിപൊളി ഫ്രൈഡ് റൈസും ആൻഡ് ഡ്രാഗൺ ചിക്കൻ ആക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനാദ്യം തന്നെ ഞാൻ 3 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിന്. അത് നമ്മൾക്കൊന്ന് നല്ലോണം കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് പുതിർത്താൻ വെക്കാം. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് ആക്കുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പറ്റുമെങ്കിൽ നമ്മൾ റൈസ് കുറച്ച് നേരത്തോടെ തന്നെ വേപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് നല്ല വിട്ട് കിട്ടും. അപ്പോൾ ഈ ആക്കുന്ന സമയത്ത് തന്നെ റൈസ് വേപ്പിക്കുമ്പോൾ ചൂടോടെ അതിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ കുഴഞ്ഞു പോകും, നമുക്ക് ഒരു വിചാരിച്ച പോലെ കിട്ടില്ല. കുറച്ച് നേരത്തോടെ ആക്കി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റൈസ് നല്ല വിട്ട് കിട്ടും. ഞാനിതിപ്പോൾ രാത്രിയൊക്കെ ഫ്രൈഡ് റൈസ് ആക്കാൻ വേണ്ടി ഉച്ചക്ക് തന്നെ റൈസ് വേപ്പിച്ചിട്ട് അവിടെ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റൈസ് വേപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചൂടാക്കാം. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, കാരണം നമ്മൾ ഊറ്റിയെടുക്കുന്നല്ലേ. അപ്പോൾ റൈസ് വേപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കിയിട്ട് അതിൽ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പും പിന്നെ ഓയിൽ ഊറ്റിയിട്ട് നമ്മൾ റൈസ് ഒന്ന് നല്ലോണം വേപ്പിച്ചെടുക്കാം. റൈസ് വന്നിട്ട് നമ്മൾ ഊറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ രാത്രിയാണ് ആക്കുന്നത്. നമുക്കിതുവരെ വെജിറ്റബിൾസിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ബീൻസ്, ഒരു ചെറിയ കഷ്ണം ക്യാബേജ്, ഒരു ക്യാപ്സിക്കം, പിന്നെ ഒരു തണ്ട് സ്പ്രിംഗ് ഓണിയനും ഇതും എടുത്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ലോണം. വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ചിക്കന് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ഞാൻ ബോൺലെസ് പീസാണ് ഇട്ടുള്ളത്, ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചതാണ്. ഒരു 150 ഗ്രാം ചിക്കനാണ് ഉള്ളത്. അത് നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂണ് നമുക്ക് സോയാ സോസും, പിന്നെ ഒരു 1/2 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പും. സോയാ സോസിൽ ഉപ്പുണ്ടാവും, അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂട്ടി നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ആക്കാൻ തുടങ്ങാം അല്ലേ. അപ്പോൾ അതിന് ഒരു പാത്രം എടുത്തിട്ട് അത് നമുക്ക് ചൂടാക്കി കഴിഞ്ഞാൽ അതിൽ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം. ഈ ചിക്കൻ ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്ക് ഡ്രാഗൺ ചിക്കനെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് ഞാൻ 2 ബ്രസ്റ്റ് പീസ് എടുത്തിരുന്നത്, അത് നമുക്ക് നല്ല നീളത്തിൽ കട്ട് ചെയ്തതാണ്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂണ് സോയാ സോസ്, ഒരു എഗ്ഗ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് അവിടെ മാറ്റി വെക്കാം. ചിക്കൻ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൽ തന്നെ നമുക്ക് മുട്ടയൊന്ന് ചിക്കി എടുക്കാം. അതിൽ ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിന് ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു കുരുമുളക് പൊടി ഇട്ടതാണ്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം കലക്കി അത് അതിലേക്ക് വെച്ചിട്ട് നമുക്ക് നല്ലോണം ചിക്കി എടുക്കാം. മുട്ടയും നല്ലോണം ആയിട്ടുണ്ട്. അതും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ആക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് നമുക്ക് ആ പാനിൽ തന്നെ കുറച്ചും കൂടി ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുങ്ങനെ കട്ട് ചെയ്തെടുത്ത് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയിൽ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ അത് വന്നതിനാൽ നമുക്ക് അതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഉള്ളി വേണമെങ്കിൽ ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ ഉള്ളി ഇട്ടിട്ടില്ല. പിന്നെ അതിലേക്ക് ഞാൻ ഒരു ക്യാരറ്റും പിന്നെ ബീൻസും ആണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് നല്ലോണം വേണമെന്നില്ല, ചെറുങ്ങനൊന്നും ആ ഒരു കളറിൽ മാറി നമുക്കൊരു സോഫ്റ്റ് വരില്ലേ, അങ്ങനെ ആയാൽ മതി. ഇനി ഇതിലേക്ക് ക്യാബേജും പിന്നെ ക്യാപ്സിക്കും പിന്നെ സ്പ്രിംഗ് ഓണിയനും അതും കൂടി ഇട്ടിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് പൊത്തി വെച്ചിട്ടൊന്ന് വെക്കാം. വെജിറ്റബിൾസിൽ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1 ടീസ്പൂണ് സോയാ സോസും അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ടൈം മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. മാഗി ക്യൂബ് ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റാണ്. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് അതിന് ഇട്ട് കൊടുക്കാത്തത്. ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഹാഫ് അതിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും മുട്ടയും കൂട്ടി കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം.
അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ മസാലയുടെ റെഡിയാണ്. നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച റൈസാണ്. അത് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെറുങ്ങനെ നല്ലോണം കുത്തി ഇളക്കരുത്, മെല്ലെ മെല്ലെ മിക്സാക്കി കൊടുക്കാം. കുറേ റൈസ് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ആദ്യം നമുക്ക് കുറച്ചും കൂടി റൈസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ മിക്സാക്കി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് അടുത്തത് ഡ്രാഗൺ ചിക്കനാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതും കൂടി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. നമുക്കൊരു പാൻ വെച്ചിട്ട് അതിൽ നമുക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും എല്ലാ ഭാഗവും ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിന് കോരി മാറ്റാം. ഇനി വേറൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചെറുങ്ങനെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. നല്ലോണം സോട്ട് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കാഷ്യൂ അതും കൂടി ഇട്ടെടുത്തിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് ചെറുങ്ങനെ വഴന്നു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് 3 കളർ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നത്. അത് നല്ല നീളത്തിൽ കട്ട് ചെയ്തതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂണ് സോയാ സോസും 1 ടേബിൾ സ്പൂണ് റെഡ് ചില്ലി സോസും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. സോയാ സോസ് കുറവായിട്ട് ഞാൻ കുറച്ചും കൂടി സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് പഞ്ചസാരയും 1/2 ടീസ്പൂണ് വൈറ്റ് വിനീഗർ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡിയാണ്. ഫ്രൈഡ് റൈസും റെഡിയാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ബെസ്റ്റ് കോംബോ ആണിത്, ഫ്രൈഡ് റൈസും ഡ്രാഗൺ ചിക്കനും. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കൂലേ? ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.